അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറേ നാളായി ലൈവിൽ വന്നിട്ട് ഇപ്പോൾ ഒന്ന് ലൈവിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ കേരള നവോത്ഥാന സമ്മേളനം നടക്കുകയാണ്. അത്ര നാളെ കോഴിക്കോട് കുറേ ദിവസങ്ങളായി കേരള നവോത്ഥാന സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് നാളെ ഫെബ്രുവരി 9 നടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണ്ട്. അതായത് എന്താണ് നവോത്ഥാനം, റിഫോർം, ഇന്റർനാഷണൽ കൊളോക്കിയം ഓൺ റിഫോം എന്ന് പറഞ്ഞിട്ട് ഈ ടീം, ഈ ഹദീസ് ചെയ്തി കരിമ്പിനാക്കൽ ഫാൻസ് ടീം നടത്തിയൊരു പരിപാടി കോട്ടക്കലുണ്ടായിരുന്നു. അന്ന് നമ്മൾ എന്താണ് കൊളോക്കിയം, ഇത് നിങ്ങൾ ഇസ്ലാമിനെ കൊളാക്കിയതാണ് നിങ്ങൾ, അല്ലാതെ വേറൊന്നുമില്ല. ഇത് നടത്തുന്ന ചെകുത്താന്മാരോട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ദയവ് ചെയ്ത് പരിപാടികൾ സംഘടിപ്പിക്കരുത്. നിങ്ങൾ മുസ്ലിമീങ്ങളാണെന്നുള്ളതിൽ രണ്ടാമതൊരു ചർച്ച നടത്തേണ്ട കാര്യമുണ്ട്. ഇതിന്റെ നേതാവ് CP ഉമർ സലീം എന്നൊരാളാണ്. അയാൾക്ക് എന്തിന്റെ കേടാണ്? നല്ല നിലക്ക് കുയ്ക്ക് കാലും നീട്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത, ഒരുപാട് ആളുകൾക്ക് തൗഹീദ് എത്തിക്കാൻ കാരണക്കാരനായ ഒരു സുല്ലമിയാണ് അയാൾ അവസാന കാലത്ത് പച്ച കാഫിരിങ്ങളുടെ മൂട് താങ്ങി അങ്ങനെ തന്നെ മരിച്ചു പോകേണ്ട ഗതികേട് അയാൾക്ക് വന്നു പോകും. അയാളോട് പറയണേ, ഇപ്പൊ നിങ്ങൾക്ക് തൗബ ചെയ്ത് മടങ്ങാം, ഇസ്ലാമിക്ക് വരാം. ഈ ഹദീസ് ചെയ്ത് ഈ കരിമ്പിലാക്കൽ ചെകുത്താനുമല്ല കൂടെ നടത്തങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും പോയി വീഴുക. ഒരു സംശയം അക്കാര്യത്തിലില്ല. നിങ്ങൾ എന്ത് നവോത്ഥാനം ഉണ്ടാക്കണം കേരളത്തിൽ? മുജാഹിദുകളുടെ പേര് ചീത്തയാക്കാൻ കേരളത്തിൽ ജനിച്ച ഒരു വിഷജന്തുക്കളെ കൂടാരമാണ് KNM മർക്കുസ് ദാവ എന്ന ടീം. വിശ്വാസികളെ ഇവരെ സൂക്ഷിക്കണം. ഇവര് പക്ക ഹദീസ്യതികളും തമ്മാടികളും താന്തോതികളും മുർത്തതുകളും കാഫറുകളുമാണ്. തുറന്നു പറയുങ്ങളൊന്നും വിചാരിക്കുന്നത് പച്ച കാഫികളാണ് ഈ KNM മർക്കസ വിഭാഗം. എന്താണ് ഇവരുടെ ആദർശം? ഓരോ സംഘടനക്കും ഓരോ ആദർശമുണ്ട് ഇല്ലേ? ഓരോ കൂട്ടായ്മക്കും ഓരോ ആദർശമുണ്ട്. സലഫി എന്ന ലേബൽ വെച്ച് നടക്കുന്ന മുജാഹിദുകൾക്ക് കേരളത്തിൽ കരയിൽ പറയാനുള്ളത് ഒരേ ഒരു ആദർശമാണ്: അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക. അതിന്റെ പേരിൽ രൂപം കണ്ട ഒരു കൂട്ടായ്മയാണ് ഇവര്. 2002 ഈ പ്രസ്ഥാനത്തിൽ ഉള്ളിൽ കുത്തിത്തിരിപ്പും ഫിത്നയും ഫസാദും ഉണ്ടാക്കി. അത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞപ്പോൾ അവരെ പിടിച്ച് പുറത്തേക്ക് തള്ളി. ആ വിഷജന്തു, ആ മുനിസിപ്പാലിറ്റി കക്കൂസിൽ ആ കച്ചറ മാലിന്യം അത് പോയി. ഈ പ്രസ്ഥാനത്ത് അൽഹംദുലില്ലാഹ് കഴിച്ചിലായിരുന്നു. പക്ഷെ വീണ്ടും അവർ പത്തി വിടർത്തി. വീണ്ടും ആ ആശയം പേര് നടക്കുന്ന KNM-ലുള്ള അടിഞ്ഞുകൂടിയ ചില മാലിന്യങ്ങളും വേസ്റ്റുകളും കച്ചറകളും ഇതിൻ്റെ കൂടെ അടിഞ്ഞുകൂടി ഈ പ്രസ്ഥാനത്തെ വീണ്ടും പിളർത്തി. 2012 വീണ്ടും പിളർപ്പുണ്ടായി. ഈ ഹദീസ്യതികളായ ചേകന്നൂർ അബുൽ ഹസൻ എന്ന പച്ച കാഫിറിന്റെ കൂടെ പോകാതെ ഈ പ്രസ്ഥാനത്തിന് കുത്തിത്തിരിപ്പും ഫിത്നയും ഫസാദ് ഉണ്ടാക്കി നടന്ന് ഈ പ്രസ്ഥാനത്തെ നരകത്തിന്റെ അടുത്തിട്ട് പ്രസ്ഥാനത്തിലെ ആളുകളെ നരകത്തിലേക്ക് നയിക്കാൻ ഈ ജൂതന്റെ കയ്യിൽ നിന്ന് അച്ചാരമാക്കി നടക്കുന്ന ചില വിഷചിന്തകളും ചില എരപ്പാളികൾ ഉണ്ടാകുന്ന KNM മർക്കസഭ കൂടാരത്തിലെ ചില തമ്മാടികള്, ചില താന്തോന്നികൾ ഉണ്ടായിരുന്നു. അവരെ ശ്രമഫലമായിട്ട് വീണ്ടും പിളർന്നു. ആ ടീമിനെ വീണ്ടും കൂട്ടിയിട്ട് KNM-ലെ കുറച്ച് കച്ചവടക്കാരും മുതലാളിമാരും ഹുസൈൻ മഠനത്തിൽ വീണ്ടും അത് യോജിപ്പിച്ചു. പക്ഷെ ആ യോജിപ്പ് അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. യോജിക്കട്ടെ, മുസ്ലിങ്ങൾ വിഘടിച്ച് നിൽക്കരുത്, മുസ്ലിങ്ങൾ ഐക്യപ്പെട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അൽഹംദുലില്ലാഹ് ആ ഐക്യം നല്ലതിനാണ്. കാരണം KNM എന്നത് ഇന്നൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അവരെ ലക്ഷ്യം, അവർ തൊള്ള കൊണ്ട് പറയാണ് ഞങ്ങളെ തൗഹീദി പ്രബോധനമാണ്, തൊള്ള കൊണ്ട് പറയാണ്. പക്ഷെ അവരുടെ ലക്ഷ്യം തൗഹീദി പ്രബോധനമല്ല. അവർ കുറച്ച് കച്ചവടക്കാരും മുതലാളിമാരും കുറച്ച് താന്തോന്നികളും ഹറാമ് തീറ്റക്കാരും കുറച്ച് പലിശക്കാരും അരങ്ങുവായുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ഇന്നത്തെ തലപ്പത്തുള്ളത്. അപ്പൊ അതിന് വലിയ പ്രതീക്ഷയില്ല. പക്ഷെ ഹുസൈൻ മടവൂരി എന്ന ജൂത ഏജന്റ് ആയിരുന്നവൻ അയാളെ ശ്രമഫലമായിട്ട് പ്രസ്ഥാനത്തെ കുത്തിപ്പിളർത്തി. ഇന്ന് അൽഹംദുലില്ലാഹ് ഹുസൈൻ മടവൂരിന് മനംമാറ്റുണ്ടായി. ഈ പ്രസ്ഥാനത്തെ കുത്തിപ്പിളർത്തിയ ആളെന്നുള്ള പേര് ദോഷം മാറാൻ വേണ്ടി അദ്ദേഹം ഇന്ന് KNM-ൽ ലയിച്ചു. അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. പക്ഷെ ചില ചെകുത്താന്മാർ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പുണ്ടാക്കിയ പിന്നിൽ കളിച്ച അലിപത്തനാപുരം അസ്കർ അലി അബ്ദുൽ എന്ന് വന്നു. അങ്ങനെയുള്ള കുറെ ചെകുത്താന്മാരുണ്ടായിരുന്നു. അവർക്ക് ഇത് സഹിക്കാൻ കഴിയില്ല. അതിനുശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഹദീസ് ഛേദം, ചേകന്നൂരി ആശയം ഉള്ളിൽ കിടന്ന് കളിച്ചിരുന്ന കരിമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് എന്ന
പക്ക ചെകുത്താൻ, മൻസൂറിൽ ചെമ്പാടുന്ന ലോക ഫ്രോഡ് പക്ക ചെകുത്താൻ, അലി മദനി പറയുന്ന വേറൊരു ചെകുത്താൻ, അബ്ദുസലാം സുലൈമി എന്ന ഇവരുടെ ലീഡർ, അബ്ദുസലാം സുലൈമി എന്ന ഇവരുടെ ലീഡറായ ലോക ബടാ ചെകുത്താൻ അയാൾ മരിച്ചുപോയി പെടുത്ത്. ആ വിഷലിപ്ത ആശയം പ്രചരിപ്പിക്കാനായിട്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഈ വിഭാഗം, ഈ പക്ക യുക്തിവാദി ചേകന്നൂരി പച്ച മുർത്തദ് കാഫിർ ടീം പ്രവർത്തിക്കുന്നത്. അവരെ വിശ്വാസികൾ സൂക്ഷിക്കണം. അവർ എന്തൊക്കെ പേരിൽ പരിപാടി നടത്തിയാലും അവരെ മുസ്ലിം സമൂഹം പുകച്ച് പുറത്തടിക്കണം, പിടിച്ച് പുറത്തേക്ക് തള്ളണം. അവർക്ക് ഒരു സ്പേസും മുസ്ലിം സമൂഹത്തിൽ കൊടുക്കരുത്. അത് പച്ച കാഫിറുകളാണ്. അതിന് ഉപോത്കടകമായി നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വിഷയമുണ്ട്. ജാമിദ എന്ന പച്ച ചെകുത്താനിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേകന്നൂരിയുടെ പുതിയ നേതാവായി എടുത്തി. അവർ അൽഹംദുലില്ലാഹ് ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ മാലോകരോട് വിളിച്ചു പറഞ്ഞു, ഞാനിതാ എൻ്റെ കാഫിർ മതത്തിലേക്ക് തിരിച്ചു പോവാണ്, ഞാൻ മുസ്ലിം അല്ല, ഞാൻ ഖുർആൻ അംഗീകരിക്കുന്നവളല്ല എന്ന് പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ് പോട്ടെ, അത്തരം വേസ്റ്റുകളും ചണ്ടികളും പോണേക്ക് പോട്ടെ, അവർ ആ കുഴിയിൽ തന്നെ പോയി ചാടാനുള്ളത്. ഇസ്ലാമിക പണ്ഡിത മതപണ്ഡിത എന്നായിരുന്നു അവളൊക്കെ ചാനൽ വിഡ്ഢികൾ അവളെ പരിചയപ്പെടുത്തിയിരുന്നത്. അവൾ എന്ത് ഇസ്ലാം പണ്ഡിതയാണ്? ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ഖുർആനും ഹദീസും അംഗീകരിക്കണമെന്ന്. ഹദീസ് അംഗീകരിക്കാത്തവൾ എന്ത് ഇസ്ലാമിക മതപണ്ഡിതയാണ്? ഇത് അതുപോലെ തന്നെയാണ് KNM മർക്കസ് വിഭാഗം. അവരും പ്രവർത്തിക്കുന്ന ഹദീസ് ഛേദമാണ് അവരെ മെയിൻ. ഹദീസ് അംഗീകരിക്കാത്ത, ഹദീസ് തങ്ങളുടെ കുരുട്ട് ബുദ്ധിക്ക് പാകമാകാത്ത ചില ഹദീസുകളെ അംഗീകരിക്കാത്ത പക്ക ഹദീസ് ഛേദികളും തമ്മാടികളും താന്തോതികളുമാണ് KNM മർക്കസ് സഭക്കാർ. ഒരു സംശയക്കരുത്. അവരുടെ ഒരു ദാർശന്യം പാടില്ല. അവർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കൂട്ടാനേ പാടില്ല. കാന്തപുര അബൂബക്കറിന്റെ ടീമിനെ അക്കാൻ ഏത് വിധേന അവർ മാറ്റിയെടുത്തി. അതുപോലെ കരിമ്പിലാക്കൽ ചേകന്നൂരി ചെകുത്താന്മാരെ മുസ്ലിം സമൂഹത്തിൽ പിഴുതെറിഞ്ഞ് പുറത്തേക്ക് തള്ളണം. അവർ മുസ്ലിമീങ്ങളെ അല്ല, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത്. അവരെ സൂക്ഷിക്കണം. അവർ തമ്മാടികളും താന്തോന്നികളും കാഫിരികളും മുർത്തദ്ദുകളുമാണ്. അവർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കൂട്ടരുതേ ചെയ്യരുത്. അവരിപ്പോൾ ഒരു നവോത്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ എടുക്കുകയാണ്. എന്ത് നവോത്ഥാനമാണ് നിങ്ങളാക്കുക? ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങൾ അംഗീകരിക്കാത്ത നിങ്ങൾ എന്ത് മുസ്ലിങ്ങളാണ്? നിങ്ങൾ എന്ത് നവോത്ഥാനത്തിന്റെ ആൾക്കാരാണ്? ഇപ്പൊ അവർ പത്രസമ്മേളനം വിളിച്ചപ്പോൾ എന്താ, CPM മുജാഹിദുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്ത ഒരു സുല്ലമിയുടെ ബാക്കിൽ ലിപ്സ്റ്റിക്കും മേക്കപ്പ് ചെയ്തൊരു പെണ്ണെടുത്തിട്ടാണോ നിങ്ങളെ നവോത്ഥാന സമ്മേളനം, നിങ്ങളെ വാർത്താ സമ്മേളനം? അതാണ് നിങ്ങളെ നവോത്ഥാനം? ഉളുപ്പ് തന്നെ സാധനം നിങ്ങൾക്കുണ്ടോ? KNM മർക്കസിലെ താന്തോന്നികൾ തമ്മാടികളായ ഉളുപ്പ് ചെയ്ത ഹയവാന്മാരെ നിങ്ങൾ എന്ത് മുജാഹിദുകളാണ്? മുജാഹിദുകൾ പേര് വെടക്കാക്കാൻ ജനിച്ച വിഷജന്തുക്കളാണ് നിങ്ങൾ. മുജാഹിദുകളും മുസ്ലിങ്ങളും അംഗീകരിക്കുകയില്ല. നിങ്ങൾ ഈ സമൂഹത്തിന് പുറത്ത് മാറിപ്പോകേണ്ട വൃത്തികെട്ട വിഭാഗമാണ്. ജാബിതയുടെ പിന്നാലെ നിങ്ങൾ ചേകന്നൂരി ജബ്രഖാൻ യുക്തിവാദി മതത്തിൽ പോയി മുർത്തദ്ദാകേണ്ടവരാണ്. നിങ്ങൾ അങ്ങനെ പോകും ചെയ്യും. KNM മർക്കസ് വിഭാഗക്കാരായ മുജാഹിദുകളോട് ഞാൻ ചോദിക്കാണ്, നിങ്ങൾ എന്ത് മുജാഹിദുകളാണ്? നിങ്ങൾ മുജാഹിദുകളാണ്? നിങ്ങൾ മുസ്ലിങ്ങളാണോ? ആദ്യം ഖുർആനും ഹദീസും അംഗീകരിക്കാതെ നിങ്ങൾ എന്ത് മുസ്ലിങ്ങളാണ്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്ത് ഇംഗ്ലീഷ് പേരിട്ട് എന്ത് കോപ്രായം, എന്ത് തോന്നിയാസം, എന്ത് കാട്ടിക്കൂടി നടത്തിയാലും മുസ്ലിം സമൂഹം നിങ്ങൾ അംഗീകരിക്കുകയേയില്ല. നിങ്ങൾ മുസ്ലിങ്ങൾ കൂട്ടത്തിൽ പെട്ടവരെയല്ല. പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവനാണ് മുസ്ലിം. നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ച കൂട്ടരെയല്ല. നിങ്ങൾ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കൂട്ടാനേ പറ്റാത്ത ചേകന്നൂരി യുക്തിവാദി പിന്നെ നിരീശ്വരവാദികളെ കൂട്ടത്തിൽ പെടുത്തേണ്ടവരാണ് നിങ്ങൾ. നിങ്ങൾ മുജാഹിദുകളുടെ പേര് വടക്കാക്കാനുണ്ടായ വിഷചിന്തുക്കളാണ്. നിങ്ങളെ മുജാഹിദുകളും മുസ്ലിങ്ങളും അംഗീകരിക്കുകയേയില്ല. എന്താണ് നിങ്ങളെ ആദർശം? റസൂലുള്ളാഹിക്ക് സിഹർ ഫലിച്ചു എന്ന സ്വഹിയായ മുത്തഫഖുൻ അലൈഹിയായ മുസ്ലിം ലോകം ഏകഘട്ടമായി അംഗീകരിച്ച ഹദീസ് സ്വഹിയാണ്, സ്വീകരിക്കാൻ പറ്റൂല, തള്ളിക്കളയും എന്ന തികച്ചും പേച്ച പുത്തൻ വാദമായ ആശയമാണ് നിങ്ങൾക്ക്. അതിൽ ലോകത്ത് സിഹിർ നിഷേധമായി മാത്രം നടക്കുന്ന ഒരു തലതിരിഞ്ഞ തെറിച്ച തന്തകമ്മി ടീമാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്താ ആദർശം? നിങ്ങളെ കൂടെ മൊയന്ത അനുയായികളോട് ഞങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ ആദർശം? നിങ്ങൾ വലിയ വായിൽ ഞങ്ങൾ ആദർശം എന്താണ് നിങ്ങളെ ആദർശം? മുസ്ലിം ലോകത്ത് പരിചയമില്ലാത്ത ഓറിയന്റലിസ്റ്റുകളും ഹദീസ്വാദികളും പിന്നെ നിരീശ്വരവാദികളും മുർത്തദ്ദീങ്ങളും കൊണ്ടു നടക്കുന്ന പേച്ച കീറച്ചാക്കാണ് നിങ്ങളുടെ ആദർശം. നിങ്ങൾ മുനിസിപ്പാലിറ്റി കക്കൂസിനേക്കാൾ വൃത്തികെട്ട ചീഞ്ഞാടുന്ന ആശയമാണ് നിങ്ങളുടെ ആശയം. നിങ്ങൾ മുജാഹിദ് കൂട്ടത്തിൽ പെട്ടവരെയല്ല.
പൊതുസമൂഹത്തോട് പറയേണ്ടത്, ഈ കൂട്ടർ നടത്തുന്ന പരിപാടികളൊന്നും മുജാഹിദുകളോ സലഫികളോ അംഗീകരിക്കുന്ന പരിപാടികളല്ല. ഇവർ സലഫികളല്ല, മുസ്ലിങ്ങളല്ല, ഇവർ മുജാഹിദുകളെയല്ല. ഇവർ യുക്തിവാദികളും ചേകന്യവരികളും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആൾക്കാരും ശാസ്ത്രം തലീക്കേരി പ്രാന്തായ വട്ടായ ടീമാണ്. നിങ്ങൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ പെട്ടവരെയല്ല. ഇപ്പോഴത്തെ ജാമിദ എന്ന ഇസ്ലാമിക മത പണ്ഡിത എന്ന് ചില ചാനലുകാർ ഐഡന്റിഫിക്കേഷൻ കൊടുത്ത ഒരു പെണ്ണ് തുറന്ന് പ്രഖ്യാപിച്ചു, ഞാനിതാ ഖുർആൻ അംഗീകരിക്കണില്ല, ഹദീസ് മുമ്പേ ഉള്ള അംഗീകരിച്ചിട്ടില്ല, ഞാൻ എൻ്റെ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് ചേകന്നൂരി നിരീശ്വരവാദി പിന്നെ മുർത്തദ്ദായ മതത്തിലേക്ക് തിരിച്ചു പോവുകയാണ്, ഖുർആൻ ഞാൻ അംഗീകരിക്കൂല. അതേ റൂട്ടിലേക്ക് നിങ്ങളും പോവും, KNM മക്സോവക്കാരും പോവും. അതിന് തെളിവെന്താ ഉണ്ടായത്? ഈ നവോത്ഥാന ആറാട്ട് കേബർ ഡാൻസ് പരിപാടിന്റെ പത്രസമ്മേളനം CP ഉമർ സലിമി എന്ന ഒരുപാട് കാലം മുജാഹിദ് ആയിരുന്ന താടിയൊക്കെ വെച്ച ഒരു കാക്കാന്റെ പിറകിൽ ലിപ്സ്റ്റിക്കും പിന്നെ മേക്കപ്പ് ചെയ്ത പെണ്ണുങ്ങളെ കൂടെ എടുത്തിട്ടാണ് നിങ്ങളെ പത്രസമ്മേളനം. നിങ്ങളാണോ മുസ്ലിങ്ങൾ? നിങ്ങളാണോ സലഫികൾ? നിങ്ങളാണോ മുജാഹിദുകൾ? നിങ്ങൾ എന്ത് മുജാഹിദുകളാണ്? നിങ്ങൾ എന്ത് മുസ്ലിങ്ങളാണ്? നിങ്ങൾ എന്ത് ഇസ്ലാമിക സംസ്കാരത്തിന് ആൾക്കാരാണ്? ആട്ടും പാട്ടും കൂത്തും ഡാൻസും കേബർ ഡാൻസും കൂടി സ്റ്റേജിൽ എഴുന്നള്ളിക്കുന്ന വിഡ്ഢികളും പൊട്ടന്മാരോ നിങ്ങൾ എന്ത് മുജാഹിദുകളാണോ? എൻ്റെ നാട്ടിൽ അടുത്ത ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നടത്തിയ സമ്മേളനത്തിൽ മനഃശക്തി പരീക്ഷ കാണിച്ചു കൊടുക്കാൻ ചില പൊട്ടന്മാർ, തലച്ചത കഴുതകൾ ചില എണ്ണം കുപ്പിച്ചിലിന്റെ മുകളിൽ നടന്നു കാണിച്ചു കൊടുത്ത കുട്ടികൾക്ക് മനഃശക്തി കാണിച്ചു കൊടുക്കാൻ. നിങ്ങളാണോ ഇസ്ലാമിക സംഘടന? പൊതുസമൂഹത്തെ പറയാനുള്ളത് ഇവർ ഒരിക്കലും മുസ്ലിങ്ങളല്ല, മുജാഹിദുകൾ കൂടുതൽ ഇവർ പെട്ടവരെയല്ല. ഇവർ മുനിസിപ്പാലിറ്റി കക്കൂസിൽ തള്ളേണ്ട കച്ചറ ടീമാണ്. ഇവരെന്ത് പരിപാടി നടത്തിയാലും അതൊന്നും മുജാഹിദുകൾ ലെവലിൽ ലേബൽ വരവ് വെക്കരുത്. ഖുറാഫിലോട് ഞങ്ങൾ പറയട്ടെ.